Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. Calicut യൂണിവേഴ്സിറ്റി ബികോം BBA ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാംസ് നാളെ മുതൽ ആരംഭിക്കുകയാണ്. സോ നമ്മളെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ്, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് ഇതൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. നാളെ നടക്കാൻ പോകുന്നത് ഓപ്പൺ കോഴ്സിന്റെ എക്സാം ആണ്. സോ ഇതിൽ നിങ്ങളുടെ പിടിവള്ളി എന്ന് പറയുന്നത് MCQ ആണ്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന്, റെഗുലർ സ്റ്റുഡൻസിന് അവർക്ക് ടീച്ചേഴ്സ് തന്നെ അവരുടെ അസൈൻമെന്റിന്റെ ബേസിൽ, അറ്റൻഡൻസിന്റെ ബേസിലൊക്കെ ഇന്റേണൽ മാർക്ക് ഇടുന്നതാണ്. ബട്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന് MCQ ആണ് അവരുടെ പിടിവള്ളി. 20 മാർക്സ് യൂഷ്വലി ലഭിക്കും. ഇത് MCQ ഓപ്പൺ കോഴ്സിന്റെ കേസിലോട്ട് പോകുന്ന സമയത്ത് 15 ചോദ്യങ്ങളാണ്. സോ 15 മാർക്സ് ആണ് നമുക്ക് ഇന്റേണൽ ആയിട്ട് വരുന്നത്. 40 ചോദ്യങ്ങളാണ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ അവർ നൽകിയിട്ടുള്ളത്. സോ ഈ 40 ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് 15 എണ്ണം കിട്ടും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പാസ്സാകാൻ വളരെ കുറച്ച് മാർക്ക് മതി. നമുക്ക് ടോട്ടൽ 75-ൽ 26 27 മാർക്ക് മതി. സോ നിങ്ങൾക്ക് ഈ 15ഉം സ്കോർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത്രത്തോളം നിങ്ങൾ പാസ്സാകാനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. സോ നമുക്ക് MCQ 1 by 1 ആയിട്ട് നോക്കാം. വീഡിയോയിലോട്ട് പോണേക്കാൾ ഇപ്പോൾ പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ഉണ്ടായിരിക്കും. അതിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. ഫിഫ്ത്ത് സെമസ്റ്ററിലെ അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെന്റ്, ഇൻകം ടാക്സ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, BBA സ്റ്റുഡൻസിന് ഇൻകം ടാക്സ്, ഈ സബ്ജക്ട്സിന്റെ ഒക്കെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്ട് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും നേരെ MCQ ഡിസ്കഷൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ലൈഫ് സ്കിൽ ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ്. സോ ഞാൻ പറഞ്ഞു ടോട്ടൽ 40 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇതിൽ നിന്ന് 15 എണ്ണം കിട്ടും. 15 മാർക്ക് ഗ്യാരണ്ടി. ഓക്കെ, സോ നമ്പർ 1, ആദ്യത്തെ ക്വസ്റ്റ്യൻ. What is defined by WHO, World Health Organization, as the abilities for adaptive and positive behavior that enable individuals to deal effectively with demands and challenges of everyday life? അപ്പോൾ WHO എന്ത് സ്കില്ലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ലൈഫിൽ സ്മൂത്ത് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് വേണ്ടേ, എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. സോ 4 ഓപ്ഷൻസ്. നമ്പർ 1 ലൈഫ് സ്കിൽ, നമ്പർ 2 പേഴ്സണൽ സ്കിൽ, നമ്പർ 3 സോഷ്യൽ സ്കിൽ, ദെൻ കമ്മ്യൂണിറ്റി സ്കിൽ. നമ്പർ A ലൈഫ് സ്കില്ലാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, സോ ചിലപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ആദ്യം വരാം. നമ്പർ 2, രണ്ടാമത്തെ ചോദ്യം. ഹൗ മെനി ലൈഫ് സ്കിൽസ് ആൻഡ് സ്ട്രാറ്റജീസ് ആർ ലിസ്റ്റഡ് ബൈ UNICEF ആൻഡ് UNICEF ആൻഡ് UNESCO ആൻഡ് WHO? സോ റിപ്പീറ്റ് ചോദ്യമാണ്. ആൻസർ 10 ആണ് വരുന്നത്. 4, 6, 8, 10 ആണ്. ഈ 10 ലൈഫ് സ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം SIക്കും വരാറുണ്ട്. നമ്പർ 3, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ കോർ ലൈഫ് സ്കിൽസ് ലിസ്റ്റഡ് ബൈ UNICEF, UNESCO ആൻഡ് WHO? നമ്പർ 1 പ്രോബ്ലം സോൾവിങ്, ദെൻ ക്രിട്ടിക്കൽ തിങ്കിങ്, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ക്രിട്ടിക്കൽ കെയർ. 4 ഓപ്ഷൻസിൽ നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ക്രിട്ടിക്കൽ കെയർ എന്ന് പറയുന്ന ഒരെണ്ണം ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, Number 4, which of the following is not included in the core skills listed by UNICEF, UNESCO and WHO? Number 1 decision making, creative thinking, interpersonal relationship, intrapersonal stability. So കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് നാലാമത്തെ ഓപ്ഷൻ ഇൻട്രാപേഴ്സണൽ സ്റ്റെബിലിറ്റി ഇതാണ് ലിസ്റ്റ് ചെയ്യാത്തത്. നമ്പർ 5, which of the following is not included in the core life skills listed by UNICEF, UNESCO and WHO? Self-awareness, building skill, empathy, coping with stress and emotions, charity work. നമുക്ക് കാണുമ്പോൾ തന്നെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ചാരിറ്റി വർക്ക് ആണ്. ഓക്കെ, സോ നമ്പർ 6, what refers to skills to increase the internal locus of control so that individual believes that they can make a difference in the world and affect change? എന്ത് സ്കില്ലാണ് വേണ്ട എന്നുള്ളതാണ്. ടു ഇൻക്രീസ് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ. സോ കോപ്പിംഗ് ആൻഡ് സെൽഫ് മാനേജ്മെന്റ് സ്കിൽ, ഡിസിഷൻ മേക്കിംഗ്, ക്രിയേറ്റീവ്, ദെൻ ക്രിട്ടിക്കൽ തിങ്കിങ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സോ നമ്മുടെ ആൻസർ വരുന്നത് എന്താ? കോപ്പിംഗ് ആൻഡ് സെൽഫ് മാനേജ്മെന്റ് സ്കില്ലാണ് കൺട്രോളിന് നമുക്ക് വേണ്ടതായിട്ട് വരുന്നത്. നമ്പർ 7, what
can be defined as the ability of a person to be able to decide what he or she wants in life. So നാല് ഓപ്ഷൻസ്. നമ്പർ 1 കോപ്പിംഗ് ആൻഡ് സെൽഫ് മാനേജ്മെന്റ് സ്കിൽ, ഡിസിഷൻ മേക്കിംഗ്, ക്രിയേറ്റീവ് തിങ്കിങ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. സോ നാല് ഓപ്ഷൻസ്. ഏഴാമത്തെ എന്താ? ഡിസിഷൻ മേക്കിംഗ് ആണ്. എന്ത് എബിലിറ്റി ആണ് ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടേ? എബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു ബി ഏബിൾ ടു ഡിസൈഡ് വാട്ട് ഹി ഓർ ഷീ വാണ്ട്സ് ഇൻ ലൈഫ്. ലൈഫിൽ എന്താവണം എന്നുള്ളത് അങ്ങനത്തെ ഒരു ചിന്തയ്ക്ക് എന്ത് എബിലിറ്റി ആണ്? ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ആണ് വേണ്ടേ. ഓക്കെ. Then number 8, what is the process whereby information is enclosed in a package and is channeled and imparted by a sender to a receiver via some medium called? ഈസി അല്ലേ? നമ്പർ 1 കമ്മ്യൂണിക്കേഷൻ, ഡിസിഷൻ മേക്കിംഗ്, ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്. സോ നാല് ഓപ്ഷനിൽ നമുക്കറിയാം കമ്മ്യൂണിക്കേഷന്റെ പ്രോസസ് ആണത്. സെൻഡർ അല്ലെ മെസ്സേജ് സെൻഡ് ചെയ്യണോ അല്ലെ, റിസീവർ ഉണ്ടാവും. സോ ആൻസർ എന്താ? കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ. നമ്പർ 9, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ കോമ്പോണന്റ് ഓഫ് മെസ്സേജ്. മെസ്സേജിന്റെ കോമ്പോണന്റ് അല്ലാത്തതിൽ ഏതാണ്? കണ്ടന്റ്, കോണ്ടെക്സ്റ്റ്, ട്രീറ്റ്മെന്റ്, ഇവാലുവേഷൻ. സോ കാണുമ്പോൾ അറിഞ്ഞൂടെ ഇതിൽ എന്താ? ഇവാലുവേഷൻ ആണ് ഇതിലില്ലാത്ത. ബാക്കിയൊക്കെ ഉണ്ട്, കണ്ടന്റ്, കോണ്ടെക്സ്റ്റ്, ട്രീറ്റ്മെന്റ്. ഓക്കെ. സോ ക്വസ്റ്റ്യൻ നമ്പർ 9 ആൻസർ ഇവാലുവേഷൻ. Then which channel of communication is based on the 5 senses of sight, sound, touch, smell and taste? Number 1 sensory, then instrumental, emotional, institutional. Question number 10 എന്താണ്? Sensory. ഓക്കെ. 5 senses and ബേസ് ചെയ്തിട്ടുള്ള എന്താണ്? സെൻസറി ആണ്. ഓക്കെ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 11. Which channels are the chosen methods of disseminating information face to face communication, printed materials and electronic media? Number 1 sensory, instrumental, 2 emotional, institutional. So എന്താണ്? institutional. ഏത് ചാനലാണ്? മെത്തേഡ്സ് ഓഫ് ഡിസിമെന്റിങ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ, പ്രിന്റഡ് മെറ്റീരിയൽസ് ആൻഡ് ഇലക്ട്രോണിക് മീഡിയ. സോ എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ ആണ്. ഏത് മെത്തേഡാണ് ഇതിൽ ഏറ്റവും എന്താണ് സ്യൂട്ടബിൾ എന്നുള്ളതാണ്. സോ നമ്പർ 12, what refers to the form of communication in which message is transmitted verbally? വെർബലി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏത് കമ്മ്യൂണിക്കേഷൻ ആണ്? നമ്പർ 1 വെർബൽ, നോൺ വെർബൽ, ഇമോഷണൽ ആൻഡ് മെന്റൽ. The form of which message is transmitted verbally in the non-verbal communication. So question number 12. Then what type of communication includes face-to-face conversation? Oral, written, emotional, mental. എന്താണ്? oral. Okay. Then in what type of communication are written signs or symbols used to communicate? Number 1 oral, number 2 written, emotional, then finally mental. So question number 14 എന്താണ്? written. സൈൻസും സിമ്പിൾസ് ഒക്കെ വയ്ക്കുന്നത് റിട്ടേണിലല്ലേ. Then 15, what is communication other than oral, written, such as gestures, body language, posture, tone of message or facial expression called? Question number 15 എന്താണ്? അതിനെയാണ് പറയുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. വെർബൽ, നോൺ വെർബൽ, ഇമോഷണൽ, മെന്റൽ ഉണ്ട്. അതിലെ നോൺ വെർബൽ ആണ്. Question number 16, in what type of communication are certain rules, conventions and principles followed while communicating message? എന്താണ്? ഫോർമൽ അല്ലേ. ഫോർമൽ ഉണ്ട്, നോൺ വെർബൽ, ഇമോഷണൽ, മെന്റൽ ഉണ്ട്. അതിൽ ഫോർമൽ അല്ലേ നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരു ലെറ്റർ അയക്കുമ്പോൾ തന്നെ ആണെങ്കിലും റൂൾസും വയ്ക്കുന്നത്. Question number 17, what type of communication is established for societal affiliation and face-to-face discussion? Informal, formal, written, mental. Question number 17 എന്താ? informal. സോഷ്യൽ ഗ്യാതറിംഗിൽ സംസാരിക്കുമ്പോൾ എന്താണ്? informal ആണ്. Question number 18, in any communication model, what is interference with the coding of messages sent over a channel by an encoder called? നമ്മളൊരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നു അല്ലെ, അത് അവിടെയുള്ള ആളത് എന്തിനാ എൻകോഡ് ചെയ്യണ ഡീകോഡ് ചെയ്യണ പരിപാടികളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിക്കേഷൻ്റെ കേസിൽ. സോ ഇതിൽ നോയ്സ്, മീഡിയം, ഫീഡ്ബാക്ക്, റിസെപ്ഷൻ. എന്താണ്? നോയ്സ്. In any communication model, what interference with decoding of message sent over a channel by an encoder? അതിനെയാണ് പറയുന്നത് noise. Okay. Question number 19, what is the selective activity which involves the reception and interpretation of oral stimuli called? Hearing, listening, saying, repeating. And the listening.
സെലക്റ്റീവ് ആക്ടിവിറ്റി നമുക്ക് എന്താണ് ഒരു കമ്മ്യൂണിക്കേഷനിൽ റിസീവ് ചെയ്യുമ്പോൾ ഏറ്റവും വേണ്ട എന്താണ് listening ആണ്. Question number 20. What is the process of speaking to group of people in a structured, deliberate manner intended to inform, influence, or entertain the listeners? Called public speaking, preaching, reading, debating. Question number 20. Public speaking വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സംസാരിക്കുമ്പോൾ അല്ലേ ഡെലിബറേറ്റ്ലി നമ്മൾ മറ്റുള്ള ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയണ അതിനെയാണ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയാം. Then question number 20. What is the systematic process by which one selects career goals and the path to these goals are called career selection, career listing, career identification, career planning. Question number 21. അതിനെയാണ് പ്ലാനിംഗ് എന്ന് പറയാം അല്ലേ career planning. Question number 22. What refers to an occupation or a profession that usually involves special training or formal education and is considered to be a person's life work? Number 1 career, number 2 hobby, recreation, entertainment. Question number 22 അതിനെയാണ് എന്ത് പറയുക career formal education ബേസിൽ. 23. What represents the entire sequence of activities and events related to an individual's career or the ongoing lifelong process of developing one's career? Career selection, career development, career identification, career planning. Question number 23 അതിനാണ് പറയുന്നത് career development. കരിയർ എടുത്തതിന് ശേഷം അല്ലേ ഏറ്റവും വേണ്ടതാണ് അവിടെ career development. Question number 24. What is the formal presentation of a job applicant's education, skill and work experience called? Self-evaluation, self-introduction, resume, self-appraisal. വളരെ ഈസി ക്വസ്റ്റൻ ആണ്, പല പേപ്പറിലും കണ്ടുവന്നുള്ളതാണ്. അതിനാണ് എന്ത് പറയുക റെസ്യൂമേ അല്ലേ റെസ്യൂം. Question number 25. What is a brief written summary of an individual's education, work experience and accomplishment called? ഇതൊക്കെ കൂടിയിട്ട് വെക്കുന്ന അതിനെയാണ് എന്ത് പറയുക അതും അതിന് റെസ്യൂം എന്ന് പറയാം അല്ലേ. Question number 25 resume. Question number 26. What can be defined as our basic sense of self-worth that comes from all the thoughts, feelings and experiences we have accumulated about ourselves in life? Self-respect, self-awareness, self-esteem, self-consciousness. പലപ്പോഴും കണ്ടുവന്നുള്ള മറ്റൊരു ചോദ്യമാണത്. സോ എന്താണ് സെൽഫ് എസ്റ്റീം. സെൽഫ് വർത്ത് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം എന്താ സെൽഫ് എസ്റ്റീം ആണ് അവിടെ. ദെൻ what is having a clear perception of your personality including strength, weakness, thoughts, belief, motivation and emotions called? Number 1 self-respect, awareness, esteem, self-consciousness. Question number 27. സെൽഫ് അവെയർനെസ്, നമുക്ക് നമ്മളെ പറ്റിയിട്ട് തന്നെ അല്ലേ ഒരു ക്ലിയർ കട്ട് ഐഡിയ വരുമ്പോഴാണ് അതിനാണ് സെൽഫ് അവെയർനെസ്. Question number 28. What is the capacity to perceive the self in relatively objective terms whilst maintaining a sense of subjectivity called? Self-respect, awareness, self-esteem, self-consciousness. Self-awareness. Repeat question ആണ് മറ്റൊന്ന്. Question number 29. What is the ability to control impulses and reactions and is another name for self-discipline called? നിങ്ങളല്ല അതും എന്താണ് സെൽഫ് ഡിസിപ്ലിൻ വേണമെന്ന് പറയുമ്പോൾ അതെന്ത് ഉദ്ദേശിക്കുന്നത്? കൺട്രോൾ, അവെയർനെസ്, എസ്റ്റീം, കോൺഷ്യസ്നെസ്. എന്താ സെൽഫ് കൺട്രോൾ. Question number 30. What is the ability to perceive, control and evaluate emotions called? Cognitive intelligence, personal intelligence, emotional intelligence, social intelligence. നമുക്ക് മിക്ക പേപ്പറിലും കണ്ടുവരാറുള്ള ഒരു ചോദ്യമാണ് എന്ത് ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ് EI. Then question number 31. Who is the author of the book Emotional Intelligence published in 1995? Spencer, Toffler, Goldman, Risley. വളരെ റിപ്പീറ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, മിക്ക പേപ്പറിലും കണ്ടുവന്നുള്ളതാണ്. ഗോൾഡ്മാൻ. ഓക്കെ, ഡാനിയൽ ഗോൾഡ്മാൻ. Question number 32. What is understanding the feelings of others which enables us to respond appropriately to changes in the emotional climate of others called? മറ്റുള്ള ആൾക്കാരെ മനസ്സിലാക്കാന്ന് പറയില്ലേ, സിമ്പതി, എമ്പതി, ഡിസ്പതി, എപ്പതി. മിക്ക പേപ്പറിലും കണ്ടിട്ടുള്ള മറ്റൊരു ചോദ്യമാണത്. സോ എമ്പതി, നമുക്ക് മറ്റൊരാളുടെ വിഷമം അതുപോലെ തന്നെ നമുക്ക് തോന്നുമ്പോഴാണ് അതിന് എമ്പതി എന്ന് പറയാം. 33. What is the exclusive human capacity to effectively navigate and negotiate complex social relationships and environments called? Cognitive intelligence, personal intelligence, emotional intelligence, social intelligence. Question number 33. അതിനാണ് എന്ത് പറയാ
social intelligence, human capacity to effectively navigate and negotiate social relationship അല്ലേ, എല്ലാവരുമായിട്ടുള്ള നന്നായിട്ട് സംസാരിക്കാൻ, അതിനാണ് പറയുക സോഷ്യൽ ഇൻ്റലിജൻസ്. 34 what is the mental ability to understand the motives, emotions, intentions and actions of other people and motivate, influence the behavior of people, called cognitive, personal, emotional, social. ഇതിലേതെങ്കിലുമൊക്കെ മാറി മാറി വരാറുള്ളതാണ്. അതിനെയാണ് നമ്മൾ എന്താ പറയുക, സോഷ്യൽ ഇൻ്റലിജൻസ്, മറ്റുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ അറിയാം. ഹൂ കോയിൻഡ് ദി ടൈം സോഷ്യൽ ഇൻ്റലിജൻസ്? പാവ്ലോ, ബ്രൂണർ, സ്കിന്നർ, തോൺഡിക്കെ. ഇതിലും ഏതെങ്കിലും ഒരെണ്ണം വരാറുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 35 ഓപ്ഷൻ ഡി ആണ്, തോൺഡിക്കെ. Question number 36 what is any action or situation that places a special physical or psychological demands upon a person, called stress, conflict, relief, empathy. അതിനാണ് എന്താ പറയുക, സ്ട്രെസ് അല്ലേ, ഏറ്റവും വലിയൊരു ഫീലിംഗ് ആണ്. 37 what is the state of mental or emotional strain or suspense suffering from fatigue and emotional tension, called? Options strain, conflict, relief, empathy. So question number 37 ഓപ്ഷൻ വരുന്നത് സ്ട്രെയിൻ ആണ്. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 38. ഇൻ കോൺഫ്ലിക്ട് resolution, what is a willingness to meet the needs of others and the expenses of the person's own needs, called? Number 1 accommodative strategy, assertive strategy, avoiding, then competitive strategy. Question number 38 ആൻസർ വരുന്നത് accommodative strategy. Second last question. In conflict resolution, what is the strategy of operate from a position of power drawn from things like position, rank, expertise or persuasive ability, called? Accommodative strategy, compromising strategy, avoiding strategy, competitive strategy. Question number 39 competitive strategy. Okay, ഇതിലേതെങ്കിലും ഒരു നമ്പർ പ്രതീക്ഷിക്കാം. Moving to last question, what is the style of conflict resolution to evade the conflict entirely by delegating controversial decisions, accepting default decision, not wanting to hurt anyone's feelings, called? Accommodative, compromising, avoiding and competitive strategy. Last avoiding strategy. ഓക്കെ, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ വരുമ്പോൾ. സോ അങ്ങനെ ടോട്ടൽ 40 ചോദ്യങ്ങളാണ് നമുക്ക് MCQ വരുന്നത്. സോ ഈ 40 എണ്ണത്തിൽ 15 ചോദ്യങ്ങളാണ് വരാൻ നാളത്തെ എക്സാമിന്. ഇതിൽ നിന്ന് തന്നെ ആയിരിക്കും വരാ. സോ നിങ്ങൾ ലാസ്റ്റ് മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ MCQ നിർബന്ധമായും പഠിക്കുക. ഫുൾ മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നാളെ എക്സാമിന് ശേഷം എക്സാം റിവ്യൂ ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.